യൂട്യൂബിൽ നിന്നും പാചകവും മേക്കപ്പും ഒക്കെ പഠിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും സ്വർണം കടത്തുന്നത് പഠിക്കുന്ന ആളെ ആദ്യമായാണ് കാണുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് നടി റെന്യ 12.56 കോടി രൂപ വിലമതിക്കുന്ന 14.2 കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ ബാംഗ്ലൂരു കെമ്പഗൌഡ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലാവുന്നത്. നിലവിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കസ്റ്റഡിയിലായ റെന്യ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് പോലീസ്. പരസ്പരം വലിയ ബന്ധമില്ലാത്ത മൊഴികളാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി റെന്യയുടെ ന്യായങ്ങൾ പലതാണ്. വിദേശത്ത് നിന്ന് വന്ന ഫോൺ കോൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും എന്നാൽ വിളിച്ചയാളെയോ നിർദ്ദേശം നൽകിയയാളെയോ തനിക്ക് അറിയില്ലെന്നും അവർ പറയുകയുണ്ടായി. ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും വിളിച്ചയാൾക്ക് ആഫ്രിക്കൻ അമേരിക്കൻ ഉച്ചാരണ ശൈലിയായിരുന്നു ഉണ്ടായതെന്നും രമ്യ പറയുന്നുണ്ട്. മാർച്ച് 1-ാം തീയതി ഒരു വിദേശ നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നിരുന്നു അത്രേ. മാത്രമല്ല കഴിഞ്ഞ 2 ആഴ്ചകളിൽ വിദേശത്ത് നിന്നുള്ള അജ്ഞാത നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ വരാറുണ്ടായിരുന്നുവെന്നും 1-ാം തീയതി വിളിച്ച ആൾ ദുബായ് വിമാനത്താവളത്തിന്റെ 3-ാം ടെർമിനലിന്റെ എ ഗേറ്റിലേക്ക് ചെല്ലാൻ തന്നോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നും ശേഷം അവിടെ നിന്നും സ്വർണം സ്വീകരിച്ച് അത് ബംഗളൂരുവിൽ എത്തിച്ചു കൊടുക്കാനും പറയുകയായിരുന്നെന്നും റെന്യ പറയുകയുണ്ടായി. ഇതാദ്യമായാണ് ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്വർണം കടത്തുന്നതെന്നും ദുബായിൽ നിന്ന് ഇതിനു മുൻപ് സ്വർണം കൊണ്ടുവരികയോ വാങ്ങുകയോ ചെയ്തില്ലെന്ന് റെന്യ കൂട്ടിച്ചേർത്തു. ക്രെബ് ബാൻഡേജും കത്രികയും വാങ്ങി വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ വെച്ചാണ് സ്വർണ്ണകരികൾ തന്റെ ശരീരത്തിൽ വെച്ചതെന്നും രമ്യ പറയുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചത് യൂട്യൂബ് വീഡിയോകളിൽ നിന്നാണത്രേ. മാർച്ച് 4-ന് ബംഗളൂരു വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ വന്നിറങ്ങിയ റെന്യ ടെർമിനൽ 2-ലെത്തി. ഗ്രീൻ ചാനൽ വഴി കടക്കാനായിരുന്നു റെന്യയുടെ ശ്രമം. ഇതിനിടയിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DRI ഉദ്യോഗസ്ഥൻ രമ്യയെ തടഞ്ഞത്. സ്വർണമോ നികുതി നൽകേണ്ടതോ ആയ എന്തെങ്കിലും വസ്തുക്കൾ കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ഇല്ലെന്നായിരുന്നു റെന്യയുടെ മറുപടി. മെറ്റൽ ഡിറ്റക്ടർ കവാടത്തിൽ ലോഹത്തിന്റെ സാന്നിധ്യം കാണിച്ചതിനെ തുടർന്ന് റെന്യയുടെ ഹാൻഡ് ബാഗേജും ട്രോളിയും സ്കാൻ ചെയ്തെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് റെന്യ റാവുവിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഈ പരിശോധനയിൽ സ്വർണം കണ്ടെത്തുകയായിരുന്നു. ക്രെബ് ബാൻഡേജും മറ്റും ഉപയോഗിച്ച് അരക്കെട്ടിലും കാലിലുമായി സ്വർണ്ണക്കട്ടികൾ കെട്ടിവെച്ചിരുന്നു. മുറിച്ച നിലയിലുള്ള സ്വർണത്തിന്റെ ചില കഷ്ണങ്ങൾ ഷൂസിലും പാൻസിന്റെയും പോക്കറ്റിലെയും ഒളിപ്പിച്ച നിലയിലും കണ്ടെടുത്തു. ആകെ 14,213.050 ഗ്രാം 24 കാരറ്റ് സ്വർണമാണ് റെന്യയിൽ നിന്ന് കണ്ടെടുത്തതെന്ന് DRI അറസ്റ്റ് മെമ്മോയിൽ പറയുന്നു. തൊട്ടു പിന്നാലെ റെന്യയുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ 2.67 കോടി രൂപയും 2 കോടിയുടെ ആഭരണങ്ങളും DRI കണ്ടെടുത്തു. പണത്തിന്റെ ഉറവിടമോ ആഭരണങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഉണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു റെന്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത്.